ഗായ്സ്, അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഞാൻ നിങ്ങൾക്ക് എൻ്റെ പഠിക്കുന്ന ബെഞ്ച് കാണിച്ചു തരാൻ വേണ്ടി നിന്നതാണ്. ഇത് ഞാൻ ജേർണലാക്കുന്നതാണ്. എല്ലാവർക്കും ഒച്ചയായിട്ടിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് പനിയാണ്. ഇതെല്ലാം എൻ്റെ അനിയൻ്റെ കലാപരിപാടികളാണ്. ഇത് കവാ സ്റ്റിക്കർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാക്കി വരുമ്പോൾ ഇവിടെ നിറച്ച് ഞാൻ ഒട്ടിച്ച് വെക്കും. അതിനാണ് ഈ സ്പേസ് വിട്ടേക്കുന്നത്. പിന്നെ പശ വെച്ച് ഒട്ടിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു ഇതെല്ലാം ഉണ്ട്. കണ്ടോ, ഇത് എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നതാണ്. ഞാൻ ഇതിൽ ഒട്ടിച്ച് വെച്ചതാണ്. ഞാൻ പിന്നെ ജേർണൽ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. പിന്നെ ഇപ്പോഴാണ് തോന്നിയത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തന്നാലോ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ജേർണൽ തന്നെ. എല്ലാ ദിവസവും എഴുതും. പിന്നെ കുറച്ചേ എഴുതാണ്ട് വിട്ടിട്ടുണ്ട്. കണ്ടോ, പകുതി എഴുതാണ്ട് വിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചതാണ് ഇങ്ങനെ ബുക്കൊക്കെ ഉണ്ടാക്കാൻ. അതേപോലെ ഞാൻ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതില്ലേ കുറച്ചേ ആയിട്ടുള്ളൂ. ഇപ്പം തന്നെ പറയാം, ഞാൻ കുറച്ചേ ആയിട്ടുള്ളൂ ഇത് ജേർണലാക്കാൻ തുടങ്ങിയിട്ട്. അന്നേരം ആക്കിയതാണിത്. അപ്പോൾ ഇന്നത്തെ എഴുതിയിട്ട് ഞാൻ പറിച്ച് കളഞ്ഞു. എനിക്ക് എപ്പോഴും ബുക്കിൻ്റെ പേജ് പറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പിന്നെ അടുത്ത പേജ് വരും. ഇങ്ങനെ ഞാൻ ആക്കിയിട്ടാകുമ്പം മൊത്തം കൊളായി. ഇത് ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് കണ്ടത്. അപ്പം ഇത് ഇങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ മൊത്തം കൊളായി. അപ്പം ഞാൻ അത് നിർത്തി വെച്ചു. അതങ്ങ് കയറി. ഇത് പിന്നെ പകുതി എഴുതിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഗായ്സ്. പിന്നെ ഇതാണ് എൻ്റെ സാധനങ്ങൾ, ക്രാഫ്റ്റിൻ്റെ പിന്നെ ജേർണലിൻ്റെ ഒക്കെ സാധനങ്ങൾ ഇട്ട് വെക്കുന്നത്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ള സാധനം. ഇതാണ് സ്റ്റിക്കി നോട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ബുക്കും ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വലിയതായതുകൊണ്ട് ഇതിങ്ങനെ മുറിച്ചാണ്, അതാണ് പകുതി ഉള്ളത് ഗായ്സ്. അപ്പം ഞാനിത് ഒരിക്കൽ അടുക്കിപ്പറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് മൊത്തം ഇളങ്കോലയായിരിക്കും. ഇതെല്ലാം ഞാൻ നല്ലോണം അടുക്കിപ്പറുക്കി വെച്ചതാണ്. എൻ്റെ അനിയൻ വന്നിട്ട് ഇത് മൊത്തം കളയും. അനിയൻ അമ്മേൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഉള്ളത്. ഇത് പേപ്പർ സോപ്പാണ്. ഇത് ഞാൻ അന്ന് കഴിഞ്ഞ കൊല്ലം അങ്ങനെ മേടിച്ചതാണ്. എന്നിട്ട് ഞാനിത് സൂക്ഷിച്ച് വെച്ചു. ആർക്കും കൊടുക്കില്ല ഇത്. പക്ഷെ അനിയൻ വന്ന് എടുക്കും കേട്ടോ. അനിയൻ്റെ വയസ്സ് 3 വയസ്സേ ഉള്ളൂ. ഭയങ്കര കുറച്ച് കട. ഇത് അനിയൻ്റെ ആണ്. ഇതെല്ലാം പൊട്ടിച്ചു. അപ്പം ഞാനിത് ഇതിൽ വെച്ചതാണ്. 3 വയസ്സേ ഉള്ളൂ. അംഗനവാടി പോകുന്നതാണ്. എന്നാലും ഭയങ്കര കുരുത്തക്കേടാണ്. അപ്പം എൻ്റെ സൗണ്ട് കേൾക്കുന്നതന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് പനിയാണ്. ഒന്നും വിചാരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അധികം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ജേർണലിൻ്റെ എല്ലാം ഇടാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇപ്പോഴേ പറയാം, ജേർണൽ ഞാൻ കുറച്ചായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. ഞാൻ എന്നിട്ട് ഓഗസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നും ഈ ബുക്കിൽ കൊള്ളൂല. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഈ ബുക്ക്. എൻ്റെ ഒരു കസിൻ മേടിച്ചു തന്ന ഡയറിയാണ്. ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നതാണ്. പിന്നെ താഴെ ഞാൻ ബുക്സൊക്കെയാണ് അടുക്കി വെക്കാറ്. എൻ്റെ ബാഗ് ഞാൻ കാണിച്ചാൽ ഈ കൊല്ലം മേടിച്ചതൊന്നും പറയേയില്ല. മൊത്തം അലങ്കോലമായിട്ടാണ് ഉള്ളത്. ഇനി ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഇത് മൊത്തം വൃത്തിയാക്കാൻ. ഇതിൻ്റെ കോലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതൊക്കെ പഴയതാണ്. ഞാൻ ഇതിൽ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇതിൽ എടുത്തു വെച്ചത്. ഇത് പഴയതാണ്. അതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്. 3 സ്കെയിൽ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എടുക്കാമല്ലോ. പിന്നെ സിസർ, പിന്നെ പശ മൊത്തം തീർന്നു. പിന്നെ സ്റ്റാപ്ലെയർ അടിക്കുന്നത് വെറുതെ ഒരാവശ്യത്തിന് വെച്ചാണ്. പിന്നെ ഹൈലൈറ്റർ ഇതെൻ്റെ പൗച്ചിൽ വെച്ചാണ്. അപ്പം ഞാൻ ഇതിലേക്ക് വെച്ചാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഓറഞ്ച് കളർ ഉണ്ടായിരുന്നു, അത് തീർന്നു. അപ്പം ഞാനത് കളഞ്ഞു. ഇതാണ് എൻ്റെ മാർക്കേഴ്സ് കളക്ഷൻ. കണ്ടോ ഗയ്സ്, ഇതിൽ കുറേ ഉണ്ട്. 6 കളേഴ്സ് ഉണ്ട്. പിന്നെ എല്ലാം ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കളർ സെറ്റ് പകുതിയേ ഉള്ളൂ. പകുതി ഞാൻ കൊണ്ടുപോയി. ഇത് പെൻസിൽ സെറ്റ്. പിന്നെ ഇതും പെൻസിൽ. ഇത് ഗിൽറ്റർ പെന്നാണ്. ഇത് പിങ്ക്, ഇത് ഓറഞ്ച് കളർ തന്നെയാണ്. ഇത് ബ്ലാക്ക് സ്കെച്ച് പോലത്തെ സാധനമാണ്.
എന്നെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിൽ കെട്ടിയതെന്ന്. അപ്പം ഞാൻ അതിൽ ഉപയോഗിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ വെച്ചേക്കാം. ഇത് കണ്ട എൻ്റെ കയ്യിൽ മൊത്തം വരണിട്ടിട്ട് ഇത് ഞാൻ കളർ നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് വരണതാണ്. അത്രയുള്ളൂ ഗായ്സ്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഞാൻ അപ്പം വൃത്തിയാക്കാൻ പോവുകയാണ്. നമുക്കിത് വൃത്തിയാക്കാം. ഞാൻ 6ലാണ് പഠിക്കുന്നത്, SNE UP സ്കൂൾ. കുറേ പേര് ലൈവൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഇതിൽ എത്രയോ സബ്സ്ക്രൈബേഴ്സ് ആകാണ്ട് ലൈവ് ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് ലൈവ് ഇടാനൊന്നും ഇല്ല. ഇത് കുറേ സ്കെയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പണ്ടത്തെയാണ്, ഇതിൻ്റെ രണ്ടും പണ്ടത്തെയാണ്. ഇത് ഞാൻ നിങ്ങൾക്കാണെങ്കിൽ ജസ്റ്റ് കയറി വെച്ചത് ഇതിൻ്റെ പൗച്ചിൽ വെക്കുന്നതാണ്. ഓക്കെ, ഇത് സീസ എപ്പോഴും കൂടിയാണ്. അപ്പം ഞാൻ ഇത് ആരും ഉപയോഗിക്കണം വെച്ചപ്പോൾ ഞാൻ നിർത്തി നോക്കി. ഇതിവിടെ കുറേ ഉണ്ട്. അത് ഒന്ന് എൻ്റെ വെച്ചിരിക്കും. ഇത് അടപ്പില്ലാത്ത പേനകളാണ്, കുറേ ഉണ്ട്. ഇത് ഞാൻ കളഞ്ഞു. ഇത് മാത്രം സൂക്ഷിച്ച് വെച്ചതാണ്. പിന്നെ പശ എപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ് ഉണ്ട് ഗേൾസ്. ഇതും എൻ്റെ പൗച്ചിലുള്ള പേനയാണ്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതിൽ വെച്ചതാണ്. ഇതും എൻ്റെ പൗച്ചിലുള്ളതാണ്. ഇത് ഒരു അനാഥനായ ഒരു റബ്ബറാണ്. അനാഥനായെന്ന് വെച്ചാൽ നല്ലോണം അനാഥനായിരുന്നു. അപ്പം ഞാൻ ഈ റബ്ബർ ഇങ്ങോട്ട്. പിന്നെ ഹൈലൈറ്റർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഇതാണ് ജേണൽ ബുക്ക്. ഇതിപ്പോൾ തീരും, ഇത് നോക്കണം. ഇതെന്തോ ഒരു കൊക്കങ്ങനാണ്. നമുക്കിത് വൃത്തിയാക്കാം. ഞാൻ 6ലാണ് പഠിക്കുന്നത്, SNE UP സ്കൂൾ. കുറേ പേര് ലൈവൊക്കെ ഇടാറുണ്ട്. പക്ഷേങ്കിൽ ഇതിൽ എത്രയോ സബ്സ്ക്രൈബേഴ്സ് ആകാണ്ട് ലൈവ് ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് ലൈവ് ഇടാനൊന്നുമില്ല. കുറേ സ്കെയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പണ്ടത്തെയാണ്, ഇതിന് രണ്ടും പണ്ടത്തെയാണ്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് അതിൽ വെച്ചതേയുള്ളൂ. ഇതെൻ്റെ പൗച്ചിൽ വെക്കുന്നതാണ്. ഓക്കെ, ഇത് സിസ എപ്പോഴോ ഉള്ളിയാണ്. അപ്പം ഞാൻ ഇതാരും ഉപയോഗിക്കൊണ്ട് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു നോക്കി. ഇതിവിടെ കുറേ ഉണ്ട്. അതുകൊണ്ട് ഒന്ന് എൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്നു. ഇത് അടപ്പില്ലാത്ത പേനകളാണ്, കുറേ ഉണ്ട്. ഇത് ഞാൻ കളഞ്ഞു. ഇത് മാത്രം സൂക്ഷിച്ച് വെച്ചതാണ്. പിന്നെ പശ എപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ് ഗേൾസ്. ഇതും എൻ്റെ പൗച്ചിലുള്ള പേനയാണ്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതിൽ വെച്ചതാണ്. ഇതും എൻ്റെ പൗച്ചിലുള്ളതാണ്. ഇത് ഒരു അനാഥനായ ഒരു റബ്ബറാണ്. അനാഥനായെന്ന് വെച്ചാൽ നല്ലോണം അനാഥനായതാണ്. അപ്പം ഞാൻ ഈ റബ്ബർ ഇങ്ങെടുത്തു. പിന്നെ ഹൈലൈറ്റർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഇതാണ് ജേണൽ ബുക്ക്. ഇതിപ്പോൾ തീരും, ഇതൊന്ന് നോക്കണം. ഇതെന്തോ ഒരു കൊക്കങ്ങനാണ്. ആദ്യം കളഞ്ഞപ്പോൾ ഞാനിതിങ്ങ് എടുത്തതാണ്. അയ്യോ, ഗൈസ്. പിന്നെ ഒരു കൊട്ടയുണ്ട്. ഇത് അമ്മമ്മ അടുക്കളയിലേക്ക് മേടിച്ചതാണ്. അപ്പം ഇത് 2 മേടിച്ചായിരുന്നു. അപ്പം ഒന്ന് ഞാനിങ്ങനെ എടുത്തതാണ്. ഇതൊക്കെ വെക്കാനൊരു സാധനം വേണമല്ലോ. ഓർഗനൈസറൊന്നും മേടിച്ചിട്ടില്ല. ഓക്കെ, ഈ ഫോണിൽ ക്ലിയർ തീരെയില്ല, അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ. പിന്നെ എനിക്ക് കുറേ മുടി ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പകുതി മുറിച്ച് കളഞ്ഞു. ഇവർ മുറിക്കാനൊന്നും വിടില്ല. എന്നിട്ട് ഞാൻ സ്വന്തം മുറിച്ച് കളഞ്ഞു. അതാണ് ഈ മുന്നിലൊക്കെ ഇരിക്കുന്നത്. കുറേ മുടി ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് ലെവലാക്കിയായിരുന്നു. എന്നാൽ പകുതി നീളവും പോയി. എനിക്ക് ക്യൂട്ട് സിനിമകളിലും ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ എപ്പോഴും കടിൽ ക്ലൗഡിൻ്റെ വീഡിയോസ് കാണും. അവരെ ഇത് കാണുമ്പോൾ തന്നെ അതെല്ലാം വേണമെന്ന് വിചാരിക്കും. എൻ്റെ സൗണ്ട് ഇങ്ങനെ ആയത് എനിക്ക് ജലദോഷം പനിയാണ്. പക്ഷെ കണ്ടാൽ എനിക്ക് അതൊന്നും ഇല്ലെന്ന് തോന്നില്ല. ജലദോഷം ഉണ്ടെന്ന് വേണ്ടിക്കൽ സൗണ്ടിലൂടെ മനസ്സിലാക്കാം. പനി ഉണ്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ ആശുപത്രി കാണിക്കാൻ പോകുന്ന ടൈമിൽ എല്ലാവരും ചോദിച്ചു എവിടെയാണ് പോകുന്നു.
പറഞ്ഞു പനിയാന്ന് പറഞ്ഞു. എന്നിട്ട് ആരും വിശ്വസിക്കുന്നില്ല. കാണുമ്പോൾ അങ്ങനെ തോന്നില്ലല്ലോ എന്ന് പറയുന്നു. ഞാനെന്ത് ചെയ്യണം? എനിക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നില്ലെങ്കിൽ ആ പേരും പറഞ്ഞ് ഞാൻ ഇന്ന് സ്കൂളിൽ പോയില്ല. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പേര് അനന്യ, ആരാധ്യ, പിന്നെ റജ, ദീക്ഷിത, കുറച്ച് പേരുണ്ട്. പിന്നെ ഒരു ഫ്രണ്ട് അവരുടെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയി. തൃശ്ശൂരാണ് വീട്. ഇപ്പോൾ ആളെ വന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് ടീംസൊക്കെ ഉണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. എനിക്കാരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല അധികം. ഈ ഫോണ് തീരെ ക്ലിയർ ഇല്ല. പുതിയ ഫോൺ വാങ്ങിക്കണം. ഞാൻ ഓർഗനൈസ് ചെയ്തത് തന്നെ മൊത്തം അലങ്കോലായിട്ടാണ്. നിങ്ങളോട് വർത്താനം പറഞ്ഞ് മൊത്തം അലങ്കോലായിട്ട്. എനിക്കിങ്ങനെ വൃത്തിയാക്കണമെങ്കിൽ ഓരോരോ മൂഡ് വേണം. ഇടയ്ക്കൊരു മൂഡ് വരും. എന്നാലും വൃത്തിയാക്കില്ല, പിന്നെ വൃത്തിയാക്കാൻ തോന്നില്ല. ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് 130 എത്രയാണ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇങ്ങനത്തെയൊക്കെ ഇട്ടിട്ട് കിട്ടുമെന്നറിയില്ല. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോകുന്നുണ്ട്. ഓംകാർ ഡാൻസ് കമ്പനി മാടത്തിൽ. ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ചേട്ടൻ നല്ല കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നമ്പർ അയച്ചു തരാം. വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ ലൊക്കേഷൻ തരും. ഞാൻ അവിടെ കുറേ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിർത്തി. എന്നിട്ട് ഈ വർഷമാണ് പിന്നെയും ചേർന്നത്. പിന്നെ ഒരു പ്രോഗ്രാം ഉണ്ട് ഒക്ടോബർ 1. ആദ്യമായിട്ടാണ് ഞാനൊരു പ്രോഗ്രാമിന് പോകുന്നത്. കുറേ കാലം പഠിച്ചെന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുമെന്ന് പറയും. പിന്നെ ലാസ്റ്റ് മലയാളം സംസാരിച്ചു പോകും. മാതൃഭാഷ മലയാളമാണല്ലോ. പിന്നെ എല്ലാവരും ടി വിയിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ VS ഇവിടെ എപ്പോഴും TV തുറന്നിട്ട് അപ്പത്തേക്കും എല്ലാവരും വാർത്തയാണ്. അത്രക്കും VSന്റെ ഫാൻസ് ഉണ്ട് നമ്മളെ വീട്ടിൽ, ഞാനടക്കം. ഈ ജേണൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. കവായ് സ്റ്റിക്കർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. 28-ന് കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എപ്പോഴും ഫോണിൽ ചെക്ക് ചെയ്യും എവിടെ എത്തിയെന്ന്. ഞാൻ വൃത്തിയാക്കിയിട്ട് കാര്യമൊന്നുമില്ല. വൃത്തിയാക്കൽ ആദ്യത്തെ പോലെ ഇങ്ങനെ ഉണ്ടാവുക. എനിക്ക് കുറച്ച് വൃത്തി ഉണ്ടാവും. പിന്നെ ഞാൻ ആദ്യമായിട്ട് വീട്ടിലേക്ക് ഒരു ലാപ്ടോപ്പ് കൊണ്ടുവരാൻ നോക്കുന്നു. എൻ്റെ അമ്മ ദുബായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അയക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഫൈനലി ഞാൻ വൃത്തിയാക്കി കഴിഞ്ഞു. പക്ഷേ ഈ റൂം കാണാൻ വൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ റൂം കാണിച്ചു തരുന്നില്ല. ഇതാണ് ഞാൻ വൃത്തിയാക്കിയ സാധനം. ഇതിൽ ആദ്യത്തെ മുകളിലാണ് ഉള്ളത്. പിന്നെ ഇത് താഴത്തെ ഭാഗം. ഇത് മൈ ബാഗ്.
പഴയ ബാഗാണ് ഗൈസ്. കാണുന്നു തോന്നില്ലേ? ഞാനൊരു റൊണാൾഡോ ഫാനാണ് ഗൈസ്. അതുകൊണ്ടാണ് ഇതിൽ റൊണാൾഡോ നല്ല ഒട്ടിച്ചിട്ടുണ്ട്. ഗൈസ്, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ബൈ ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഗീവ് അവേ തരണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ? എല്ലാവരും ഗീവ് അവേ തരുന്നുണ്ട്, എല്ലാ യൂട്യൂബേഴ്സും. പക്ഷേ എനിക്കറിയില്ല എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തേക്ക് ഗീവ് അവേൻ്റെ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഗീവ് അവേ ചെയ്യുന്നില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യും ഗീവ് അവേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.